ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിന്റെ അതേ എഫക്ട് ലോൺലിനെസ്, അതായത് ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ US സർജൻ ജനറലായ വിവേക് മൂർത്തി എത്തിയ കൺക്ലൂഷനാണിത്. ഏകാന്തത നമ്മുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് ഏകാന്തത അകാല മരണത്തിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടാനും ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടാനും കാരണമാകും. ഏകാന്തതയുടെ ഇമ്പാക്ട് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കാം. കേന്ദ്ര കഥാപാത്രം ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ പെട്ടുപോകുന്ന സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരുമില്ലാത്തത് കാരണം അവരനുഭവിക്കുന്ന ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവരെ ഓർത്ത് നമ്മൾ വിഷമിക്കും. എന്നാൽ ഒരു സിറ്റിയുടെ നടുക്ക് ഒരു ഫ്ളാറ്റിൽ ജീവിക്കുന്ന ഒരാൾ മാനസികമായി അനുഭവിക്കുന്നത് ഇതേ ഒരു അവസ്ഥയായിക്കൂടെ? അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മെന്റൽ അല്ലെങ്കിൽ സോഷ്യൽ കണക്ഷൻ ആരുടെ അടുത്തു നിന്നും കിട്ടാത്തത് കൊണ്ട് മാനസികമായി ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, അതും നമ്മളെ വിഷമിപ്പിക്കേണ്ട ഒന്നല്ലേ? മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ലോൺലിനെസ് എന്ന ഏകാന്തതയും സോളിറ്റ്യൂഡും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. സോളിറ്റ്യൂഡിന് മലയാളത്തിൽ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ചോയ്സ് കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ഒറ്റയ്ക്കാകാൻ തീരുമാനിക്കുന്നതാണ്. അതൊരു ന്യൂട്രൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആയ ഒരു സംഭവമാണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാൻ, സ്വന്തം ഡീപ്പായി കൂടുതലായി മനസ്സിലാക്കാൻ, അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിനെ നമ്മൾ സോളിറ്റ്യൂഡ് എന്നാണ് പറയുക. ഇത് പറയാൻ കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന അധികം ഇന്ററാക്ഷൻസ് ഇഷ്ടപ്പെടാത്ത എല്ലാവരും ലോൺലിനെസ് കാരണം കഷ്ടപ്പെടുന്നവരാണെന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരരുത്. ചിലർ അവരുടെ സോളിറ്റ്യൂഡിൽ സമാധാനമായും ഹാപ്പിയായും ജീവിക്കുകയായിരിക്കും. എന്നാൽ മറിച്ച് ഒരുപാട് പേരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകാം. കാരണം ഒരുപാട് പേരുടെ ഇടയിലാണെങ്കിലും അയാൾ ആഗ്രഹിക്കുന്ന ആ ലെവലിലുള്ള ഒരു സോഷ്യൽ കണക്ഷൻ അയാൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. ഏകാന്തതയെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് ടേം ഇൻഷുറൻസ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ ഫാമിലിക്ക് സ്മൂത്തായി മുന്നോട്ട് പോകാൻ ടേം ഇൻഷുറൻസ് കവറേജ് സഹായിക്കും. ഉദാഹരണത്തിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാസം വെറും 695 രൂപയ്ക്ക് 2 കോടി രൂപ വരെ കവറേജ് ഉള്ള ടേം ഇൻഷുറൻസ് പ്ലാൻസ്. അതായത് ആ പ്രീമിയം അടയ്ക്കുന്ന കാലയളവിൽ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിന് 2 കോടി രൂപ വരെ കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൺലൈനിലൂടെ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യ വർഷ പ്രീമിയത്തിൽ 10% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഓൺലൈനായി എടുക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൺലൈനായി എടുത്താലും ഏജന്റ് വഴി എടുത്താലും പോളിസി നിങ്ങൾക്ക് തരുന്നത് കമ്പനി ഡയറക്റ്റ് ആയിട്ടാണ്. ഓൺലൈനായി എടുക്കുമ്പോൾ ഡിസ്കൗണ്ടിനൊപ്പം നിങ്ങൾക്ക് 24/7 റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനം, കാർ ലോണ്, വീടിന്റെ ലോണ് ഇതൊന്നും താളം തെറ്റാതെ മുന്നോട്ട് പോകാൻ, അതിലൂടെ ഫാമിലി സ്റ്റേബിളായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്തു വെക്കുക. കമന്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയാൽ 59-ലധികം ക്രിട്ടിക്കൽ രോഗങ്ങളെ കവർ ചെയ്യുന്ന, 80 വയസ്സ് വരെ കവറേജ് നൽകുന്ന 51-ലധികം കമ്പനികളുടെ മികച്ച ടേം ഇൻഷുറൻസ് പ്ലാൻസ് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. ഒരൊറ്റ ക്ലിക്കിൽ ഒരു സ്ക്രീനിൽ ഇത്രയും കമ്പനികളുടെ പ്ലാൻസ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അപ്പൊ നമുക്കിനി ലോൺലിനെസ്സിലേക്ക് തിരിച്ചു വരാം. ലോൺലിനെസ്സിനെ നമുക്ക് 2 ടൈപ്പായി തിരിക്കാം. ഒന്ന് സോഷ്യൽ ലോൺലിനെസ്, 2 ഇമോഷണൽ ലോൺലിനെസ്. ആദ്യത്തേതായ സോഷ്യൽ ലോൺലിനെസ്സിൽ ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഇല്ല. അതായത് അയാൾ ആഗ്രഹിക്കുന്ന അത്ര ഫ്രണ്ട്സ് അല്ലെങ്കിൽ കണക്ഷൻസ് ഇല്ല. എന്നാൽ ഇന്റിമേറ്റ് ആയി റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട്, അതായത് ഡീപ്പ് ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർ ഒന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് ഇമോഷണൽ ലോൺലിനെസ്. അപ്പൊ എന്താണ് കഴിഞ്ഞ കുറച്ച് ഡിക്കേഡ്സ് ആയി മനുഷ്യരുടെ ഇടയിൽ ലോൺലിനെസ് കൂടാനുള്ള കാരണങ്ങൾ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം നമ്മുടെ ഇടയിൽ കൂടിക്കൂടി വരുന്ന ഇൻഡിവിജ്വലിസമാണ്. അതായത് വ്യക്തിപ്രധാനമായിട്ടുള്ള ഒരു ജീവിതം, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ കൂടുതലായി വ്യക്തിപ്രധാനമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ജർമ്മൻ ഫിലോസഫറായ ആർതർ ഷോപ്പൻഹോയർ രസകരമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. പോർക്കിപ്പൈൻ ഡിലേമ എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. പോർക്കിപ്പൈന്റെ അർത്ഥം മലയാളത്തിൽ മുള്ളംപന്നി എന്നാണ്. സംഭവം സിമ്പിൾ ആണ്. തണുപ്പുള്ള ഒരു ദിവസം കുറച്ച് മുള്ളംപന്നികളെ സങ്കല്പിക്കുക. തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അവർ പരസ്പരം അടുത്തേക്ക് വരുന്നു. അതോടെ തണുപ്പ് മാറുമെങ്കിലും അവരുടെ ശരീരത്തിലെ മുള്ള് പരസ്പരം കുത്തി അവർക്ക് വേദനിക്കാൻ തുടങ്ങും. വേദന കാരണം അവർ അകലാൻ തുടങ്ങും. എന്നാൽ അകലുമ്പോഴുള്ള തണുപ്പ് കാരണം വീണ്ടും അവർ അടുക്കാൻ തുടങ്ങും. ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനുഷ്യർ ഫേസ് ചെയ്യുന്നത് ഏതാണ്ട് ഇത് തന്നെയാണ്. കമ്മ്യൂണിറ്റിയായി പരസ്പരം നന്നായി ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ തീർച്ചയായും ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏകാന്തതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. പക്ഷെ സ്വാഭാവികമായും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഗോസിപ്പിംഗ് കാരണമുള്ള പ്രശ്നങ്ങൾ, പ്രൈവസി ഇല്ലാതാകുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ പല പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആളുകൾ ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിനെ പ്രിഫർ ചെയ്യും. പക്ഷെ അപ്പൊ ഇന്ററാക്ഷൻസ് കുറവായതുകൊണ്ട്, ഹ്യൂമൻ കണക്ഷൻ കുറവായതുകൊണ്ട് ഏകാന്തതയുടെ പ്രശ്നങ്ങൾ കൂടും. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ബാലൻസ് കണ്ടുപിടിക്കുക എന്നത് മുള്ളംപന്നിയുടെ കേസിൽ എന്ന പോലെ നല്ല പ്രയാസമാണ്. ഇമോഷണൽ ലോൺലിനെസ് കൂടാനുള്ള ഇപ്പോഴത്തെ ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വേണ്ട സമയത്ത് പലർക്കും ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ നാട്ടിൽ പുരുഷന്മാരുടെ ഇടയിൽ ഏകാന്തത കൂടാനുള്ള ഒരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ പാർട്ട്ണറെ കണ്ടെത്തി കുട്ടികളുമായി
ഫാമിലി ആകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പെർസ്പെക്റ്റീവ് മാറും, കൂടുതൽ ബിസി ആകും, സംസാരിക്കുന്ന വിഷയങ്ങൾ മാറും. അപ്പൊ പാർട്ട്ണറെ കണ്ടെത്താൻ കഴിയാതെ ഫാമിലി സെറ്റപ്പിലേക്ക് മാറാത്തവർക്ക് ലോൺലിനെസ് അനുഭവിക്കേണ്ടി വരുന്നു. ഏകാന്തത കൂടി വരാനുള്ള അടുത്ത കാരണം സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷവും. സോഷ്യൽ മീഡിയയിലെ ലൈക്കും ലവും കമന്റ്സും സ്മൈലിയും ഒക്കെ റിയൽ ലൈഫിലെ ഡീപ്പായിട്ടുള്ള ഇന്ററാക്ഷൻസിന് പകരമാകുമെന്ന് പലരും കരുതുന്നതാണ് ഒരു വലിയ പ്രശ്നം. 2018 യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ നടത്തിയ ഒരു പഠനത്തിൽ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനനുസരിച്ച് ലോൺലിനെസ് കുറയുന്നതിന് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്നാണ്. അതായത് ആളുകൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ലോൺലിനെസ് ഫീൽ ചെയ്യുമെന്ന്. ഇതിന്റെ മറ്റൊരു കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതമാണ്. മറ്റുള്ളവർ എപ്പോഴും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഹാപ്പിയായി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയല്ലല്ലോ എന്ന് തോന്നുമ്പോൾ അതൊരാളിൽ സെൽഫ് എസ്റ്റീം കുറയുന്നതിനും ലോൺലിനെസ് കൂടുന്നതിനുമൊക്കെ കാരണമാകും. ഏകാന്തത കൂടാനുള്ള അടുത്ത കാരണം ആളുകളുടെ സാമ്പത്തിക സാഹചര്യമാണ്. സ്വന്തം ചെലവും കുടുംബത്തിന്റെ ചെലവും നോക്കാൻ വേണ്ടി രാവിലെ 8 മുതൽ രാത്രി 8 വരെ ഒരാൾക്ക് ജോലി ചെയ്യേണ്ടി വന്നാൽ, നല്ല സ്ട്രെസ് ഉള്ള ജോലി ചെയ്യേണ്ടി വന്നാലൊക്കെ ജോലി കഴിഞ്ഞ് സോഷ്യലൈസിംഗിനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായി ഇന്ററാക്ട് ചെയ്യാനുമൊക്കെയുള്ള സാധ്യത കുറയും. ഇത് ലോങ് ടേമിൽ ഇങ്ങനെ തുടരുമ്പോൾ ലോൺലിനെസ്സിന് കാരണമാകും. അടുത്ത കാരണം തേർഡ് പ്ലേസസ് ഇല്ലാതാകുന്നതാണ്. ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിലുള്ളവർക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ തേർഡ് പ്ലേസസ്? നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടാണ് ഫസ്റ്റ് പ്ലേസ്. നമ്മൾ അടുത്ത ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ജോലി സ്ഥലമാണ് സെക്കൻഡ് പ്ലേസ്. ഇത് രണ്ടുമല്ലാത്ത നമ്മൾ സോഷ്യലൈസിംഗിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ സ്ഥലമാണ് തേർഡ് പ്ലേസസ്. നാട്ടിൽ ചായക്കടയിലും കവലയിലും അയൽക്കൂട്ടങ്ങളിലും ചെറിയ ക്ലബ്ബുകളിലുമൊക്കെ നമ്മൾ പോലും അറിയാതെ നടക്കുന്നത് ഈ തേർഡ് പ്ലേസസിലെ ഇന്ററാക്ഷൻസ് ആണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അർബനൈസേഷനും ഫ്ലാറ്റ് ജീവിതവും ചായക്കടയിൽ നിന്ന് റെസ്റ്റോറൻറ്റ്സിലേക്കുള്ള മാറ്റവും ഒക്കെ ഈ തേർഡ് പ്ലേസസിനെ ഇല്ലാതാക്കുകയാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ തണുപ്പ് കാലത്ത് മര്യാദയ്ക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അപ്പോഴാണ് ഈ തേർഡ് പ്ലേസസ്. സമ്മറിൽ പാർക്കിലൊക്കെ പോയി ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നത് നീണ്ടു നിൽക്കുന്ന ശൈത്യകാലത്ത് നടക്കില്ല. ഏകാന്തത കൂടാനുള്ള അടുത്ത കാരണം പഠനത്തിനും ജോലിക്കുമൊക്കെ വേണ്ടി സ്വന്തം സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുന്നതാണ്. ഇത് സ്വന്തം രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് മാത്രമല്ല, സ്വന്തം ടൗണിൽ നിന്നും മറ്റൊരു ടൗണിലേക്ക് പോകുന്നതും ഇതിന് കാരണമാകാം. ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പഠനത്തിനും ജോലിക്കുമൊക്കെ വേണ്ടി പുറത്തേക്ക് വരുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഏകാന്തതയാണ്. പരിചിതമായ ചുറ്റുപാടിൽ നിന്നുള്ള മാറ്റം, അതുവരെയുള്ള ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലിയിൽ നിന്നൊക്കെ ദൂരെ പോകുന്നത്, പുതിയ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വ്യത്യസ്തമായ കാലാവസ്ഥ, പുതിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ പറ്റാത്തത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഏകാന്തതയും അത് കാരണമുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഇതുകൂടാതെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അണുകുടുംബങ്ങളിലേക്കുള്ള മാറ്റം, കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ, അങ്ങനെ മറ്റ് പല ഫാക്ടേഴ്സും ലോൺലിനെസ് ഒരു എപ്പിഡമിക് ലെവലിലേക്ക് മാറുന്നതിന് കാരണമായിട്ടുണ്ട്. കാരണങ്ങൾ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. UK-യിലും ജപ്പാനിലുമൊക്കെ ഇതൊരു വലിയ പ്രശ്നമായി കണ്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ ഒരു പ്രത്യേക മിനിസ്റ്ററിനെ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ജപ്പാനെ കുറിച്ച് വായിച്ചപ്പോൾ കാര്യങ്ങൾ എക്സ്ട്രീമായാണ് തോന്നിയത്. ജപ്പാനിൽ ഹിക്കിക്കോമോറി എന്നൊരു വാക്ക് തന്നെയുണ്ട്. സമൂഹത്തിൽ നിന്ന് മാറി കുറെ കാലത്തേക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ ജീവിക്കുന്നവരെയാണ് ഹിക്കിക്കോമോറീസ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇവരുടെ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ടിന് കുടുംബത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ഇത് ഫാമിലിക്ക് വലിയൊരു ബർഡൻ ആണ്. ജപ്പാൻ ഇതൊരു കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആയി തന്നെ കണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ 15 ലക്ഷത്തോളം പേരുണ്ട് എന്ന് കാണിക്കുന്നത് തന്നെ അവർ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ഒരുപാട് വൈകി എന്നാണ്. നമ്മുടെ രാജ്യത്ത് ഈ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ലോൺലിനെസ് എന്ന പ്രശ്നത്തെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻസ്? അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒബ്വിയസ് ആണ്. സോഷ്യൽ മീഡിയയെ ലൈഫിന്റെ ചെറിയൊരു പാർട്ടായി മാത്രം കാണുക, അതിന് ഫുൾ ലൈഫായി കാണരുത്. ലൈക്കിനും ലവിനും ഉപരി റിയൽ ലൈഫ് ഇന്ററാക്ഷൻസിന് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹാപ്പി ആൻഡ് പെർഫെക്റ്റ് ഇമേജസുമായി സ്വന്തം ലൈഫിനെ കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും അവരുടേതായ സന്തോഷം നിറഞ്ഞ മൊമെന്റ്സ് ഉണ്ട്, സ്ട്രഗിൾസും ഉണ്ട്. പലപ്പോഴും ഫിൽട്ടർ ചെയ്ത മൊമെന്റ്സ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെന്ന് തിരിച്ചറിയുക. അടുത്തത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രൈവസി ആവശ്യമാണ്. ടോക്സിക് ആയ ആളുകളെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇൻഡിപെൻഡന്റ് ആയി തീരുക എന്നത് അത്യാവശ്യമാണ്. എന്നാൽ ഇതൊക്കെ കാരണം നമ്മൾ ഒറ്റപ്പെട്ട് ലോൺലി ആയി തീരുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ഇൻഡിവിജ്വലിസം വേഴ്സസ് കമ്മ്യൂണിറ്റി ലിവിംഗ്, ഈ ഒരു കാര്യത്തിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. ഒരാളുടെ ജീവിതത്തിലെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി കണക്ഷൻസും അയാൾ കൂടുതൽ കാലം ഹെൽത്തിയായി ജീവിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക തന്നെ വേണം. പിന്നെ സ്ട്രെസ് കുറഞ്ഞ ജോലി കണ്ടെത്തുന്നത്, വർക്ക് ലൈഫ് ബാലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്വന്തം സ്ഥലം വിട്ട് ജോലിക്കും പഠനത്തിനുമായി പുറത്തു പോകുന്നവർ എത്തിപ്പെടുന്ന സ്ഥലത്തെ കൾച്ചറുമായി അഡാപ്റ്റ് ചെയ്ത് അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ പിന്നീട് ലോൺലിനെസ് ജീവിതത്തെ തകർക്കാതിരിക്കാൻ സഹായിക്കും. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഏകാന്തത അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനാദ്യം അക്നോളജ് ചെയ്യുക എന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പലരും അവരുടെ ഈഗോ ആൻഡ് പ്രൈഡ് കാരണം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണെങ്കിലും അത് അങ്ങനെയല്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ആദ്യം പ്രശ്നം സ്വയം അക്നോളജ് ചെയ്യാതെ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതിനുശേഷം കുറച്ചൊക്കെ ഈഗോ മാറ്റിവെച്ച് സോഷ്യൽ ഇന്ററാക്ഷൻസിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഈവന്റ്സ് ഓർഗനൈസ് ചെയ്യുക, മീറ്റപ്സ് പ്ലാൻ ചെയ്യുക, അങ്ങനെ. എല്ലാവരുടെ കേസിലും ഇതൊന്നും അത്ര
അത്ര ഈസി ആയ ഒരു കാര്യമല്ല എന്നറിയാം. പക്ഷെ നമുക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കുന്നതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അപ്പൊ എന്താണ് നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഏകാന്തതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് എന്തായാലും കൺസിഡർ ചെയ്യുക. ഓൺലൈനിലൂടെ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ 10% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയാൽ 51-ലധികം മികച്ച കമ്പനികളുടെ ടേം ഇൻഷുറൻസ് ഓപ്ഷൻസ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.